Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഒരു പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിൻ വരുമ്പോൾ ഐ എം വെരി നോൺഷലാൻറ്റ് ബിക്കോസ് മൈ വിൻസ് വെർ നോട്ട് സെലിബ്രേറ്റഡ് ആസ് എ ചൈൽഡ്. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് അത്ര എന്നേക്കാൾ ഇച്ചിരിയോടെ സ്നേഹം കൂടിയ ആളെ ഇനി ഞാൻ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ എഫേർട്ട് ഒരിക്കലും ഇനഫാവില്ല. അതായത് എത്ര ചെയ്താലും ഞാൻ ചെയ്യുന്ന പണി നിർത്താൻ, ഞാൻ വീണൊക്കെ കഴിഞ്ഞ് ഞാൻ അറിയുള്ളൂ അത് ശരി ഇത്ര എഫേർട്ട് ഇട്ടാൽ അന്നേരം ഫീൽ ചെയ്യുന്ന ഒരു രാവിലെ ചായ ഇട്ട് തരും എൻ്റെ കർത്താവേ. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ് ഐ ക്യാൻ ആക്ച്വലി ആസ്ക് ഫോർ ഹെൽപ്പ് ഓൾസോ ആൻഡ് ഐ ക്യാൻ ഫീൽ ലവ്. ഞാൻ ഫുള്ളായിട്ട് എന്നെ കൊടുക്കുള്ളൂ. അതെനിക്കൊരു വിഷയമല്ല. ഓൾറെഡി വീണ് പതറി എഴുന്നേറ്റ് വന്നവർക്ക് ഇപ്പോൾ എന്ത് വീഴ്ച, അതൊന്നും ഒരു വിഷയമല്ല. ഈവൻ ടുഡേ എൻ്റെ അടുത്തേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ ഞാൻ അയാളെ നന്നായിട്ടേ കാണും. ഇൻഫാക്ട് വാട്ട് ഇസ് യുവർ ടോക്സിക് ട്രേറ്റ്, ഐ സീ ഗുഡ് ഇൻ ബാഡ് പീപ്പിൾ. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി, a sense of being protected, the sense of നമുക്ക് വേറെ ഒരാൾ റിലൈ ചെയ്യാം, നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം. അതിനകത്ത് ഒരു ലൈൻ പറയുന്നത് അതും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു, ആദ്യമായിട്ട് എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു. And your father said you have never asked for anything. This is the first time you are asking. I was like, ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് വീട്ടിൽ കാല് കുത്താൻ പേടിയാണ്. കാരണം കാല് കുത്തിയാൽ അപ്പോൾ ഓരോ ഡിമാൻഡ്സും ഓരോ വശത്ത്. From there, I thought it was not okay. When did you realize that it was not okay? 23. Oh my God. Have you had a conversation with your dad about this? No. Never. No, ഇല്ല. അമ്മയോട് പറയും. അല്ലാതെ അമ്മ പാവം കൊച്ച്. ഒരു പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിൻ വരുമ്പോൾ ഐ എം വെരി നോൺഷലാൻറ്റ് ബിക്കോസ് മൈ വിൻസ് വെർ നോട്ട് സെലിബ്രേറ്റഡ് ആസ് എ ചൈൽഡ്. അപ്പം വിൻ വാട്ട്സ് ദ നെക്സ്റ്റ് തിങ്. അതായത് അവിടെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ബ്രെയിനിൽ നെക്സ്റ്റ് ടാസ്ക് എന്നായിരുന്നു പോകുന്നത്. സോ ഐ കുഡ് നെവർ റിയലി റിലാക്സ്. പക്ഷെ എൻ്റെ അമ്മ കരയും. അമ്മ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിൻ വരുമ്പോൾ അമ്മ കരയുമ്പോൾ കാരണം എൻ്റെ ആ ഇമോഷൻ കട്ടായി പോയി. എനിക്കത് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടോ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനൊന്നും അറിയില്ല. ബട്ട് ദെൻ അമ്മ എന്ന് കരയും ബിക്കോസ് ഷീസ് ദ വൺ ഹു സോ ദ ഹോൾ തിങ് അല്ലേ. അമ്മ അതുകൊണ്ട് ചില സമയത്ത് അറിയാതെ എന്നെ പൊക്കി പറഞ്ഞു പോകും. I have to tell her, ഇല്ല മമ്മ, no it's not their business, we don't have to tell them. She'll be like, I've seen it all. She wants to celebrate your wins, no? And അതുകൊണ്ട് അമ്മ will start crying because പക്ഷെ it's a full journey തന്നെയാണ്. നമ്മളതിങ്ങനെ പഠിച്ചോണ്ടേയിരിക്കും. എനിക്കിഷ്ടമാണ് പാമ്പർ ചെയ്യപ്പെടുന്നത്. എനിക്കിഷ്ടമാണ്. ഐ വാണ്ട് സംബഡി ടു, ഞാൻ ചോദിക്കാതെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാ. ഞാൻ ആദ്യത്തെ ഒരു 8-9 ഇയേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഡാഡി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് 18 ഇയേഴ്സ് കഴിയുമ്പോൾ വിട്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 22 ഒക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ തന്നെ ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ വേറെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്ക് നല്ല ഹെക്ടിക് ആവുന്ന പീരീഡ് വരും. 6 months and all. മര്യാദയ്ക്ക് ഉറങ്ങുമൊന്നുമില്ല. നമ്മൾ ട്രാവലാണ്. ബാഗ് അൺപാക്ക് ചെയ്ത് കഴുകി വെക്കുമ്പോഴത്തേക്കും തിരിച്ചിതിലേക്ക് വെക്കേണ്ട അവസ്ഥ. ഭയങ്കര ടയറിങ് ആയിരുന്നു ഒരു പോയിന്റിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ ബാഗ് അൺപാക്ക് ചെയ്ത് തരും. അന്നേരം ഫീൽ ചെയ്യുന്ന ഒരു രാവിലെ ചായ ഇട്ട് തരും എൻ്റെ കർത്താവേ. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ് ഐ ക്യാൻ ആക്ച്വലി ആസ്ക് ഫോർ ഹെൽപ്പ് ഓൾസോ ആൻഡ് ഐ ക്യാൻ ഫീൽ ലവ്ഡ്. ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ആളാണ് ഞാൻ. എനിക്ക് എന്തിപ്പോൾ സ്നേഹമായാലും പ്രണയമായാലും എന്തായാലും ഐ ലവ് സോ ഡീപ്ലി ആൻഡ് ഐ എം എ വെരി പാഷനറ്റ് ഫ്രണ്ട്. എടുക്കാൻ ഞാൻ എടുക്കും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഞാനിപ്പോ ചോദിക്കായിരുന്നു എനിക്ക് എന്നാണ് ചിക്കൻ കറി ഉണ്ടാക്കി തരുന്നത്. എന്നോട് പണ്ട് പ്രോമിസ് ചെയ്താണ്. ഇതിനായിട്ട് ചിക്കൻ കറി കിട്ടിയിട്ടില്ല. അപ്പൊ പറയാണ് ഞാനിപ്പോ കുക്ക് ചെയ്യാറില്ല. എനിക്ക് മടിയാണ്. ഐ ലൈക്ക് സംബഡി ടു മേക്ക് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ്. ദ ഹോൾ നീഡ് ഓഫ് വാണ്ടിങ് ടു ബി ലവ്ഡ്, അതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡാണ്. ആൻഡ് ഇപ്പോഴത്തെ കൾച്ചർ ഇസ് എക്സാക്ട്ലി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് തോന്നാറുണ്ടോ? പിന്നെ നൗ പീപ്പിൾ ടോക്ക് അബൌട്ട് ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ഇൻ എ വേ, യു ഡോണ്ട് റിയലി നീഡ് ഇറ്റ്, സെൽഫ് ലവ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഐ ഫീൽ ദാറ്റ് ഇസ് അത് എവിടെയോ നമ്മുടെ ബേസിക് ഹ്യൂമൻ നീഡിനെ കവറപ്പ് ചെയ്യാനുള്ള ഒരു ലാക്ക് ഓഫ് കണക്ഷനെ കവറപ്പ് ചെയ്യാൻ, ആ ലോൺലിനെസ്സിനെ കവറപ്പ് ചെയ്യാനുള്ള ഒരു ഷുഗർ കോട്ടിങ് പോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൽ ഒരുപാട്
കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇന്ന് ഉള്ള ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ജനറലി ഐ എം ഓൾസോ എ ലിറ്റിൽ ബാഫിൾഡ് ബൈ വാട്ട് എവറിത്തിങ് ഈസ്. നമ്മൾ എഫർട്ട് ഇടാതെ നമുക്ക് ഡെയിലി ഷവർ ചെയ്യണ്ടേ? യു കനോട്ട് ഗോ, യു ഹാവ് ടു ഡു ദാറ്റ് ടു മെയിൻറ്റെയിൻ ലൈഫ്. യു ഹാവ് ടു ഈറ്റ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലേക്കും എഫർട്ട് ഇട്ടാലേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എഫർട്ട് ഇടുന്നതാണ് കുറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പോപ്പുലർ ആയിട്ടുള്ള രസമുള്ള സബ്ജക്റ്റ് പ്രണയവും റിലേഷൻഷിപ്പും ആണ്. ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയാം. നമ്മൾ ആക്ച്വലി തന്നെ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. We were brought up in culture where there was singing and very naive, innocent, powerful characters and all that. ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഉണ്ടാവും ആൾക്കാർ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കും. പക്ഷേ I do see a few really nice, interesting people also. Beautiful couples, you mean? Beautiful couples. അവരാണ് നമ്മുടെ ഒരു ഹോപ്പും ഒരു രസമുള്ള ഒരു പാരാമീറ്റർ, ബെഞ്ച്മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെയാ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കുന്നത്? ആസ് എ വുമൻ, പ്ലീസ് സംബഡി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ന വുമണിനെ എനിക്ക് ഡെപ്തിൽ സ്നേഹിക്കാൻ ആണ് ഇഷ്ടം, എനിക്ക് ഒരു പ്രണയമാണ് ഇഷ്ടം, എനിക്ക് സേഫ് സ്പേസ് വേണം. ഇഫ് guys as a majority they want wide variety, if they do not want depth, and if they don't want to give safe space, നമ്മൾ ഇവരെയാണ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ജീവിപ്പിക്കാൻ നോക്കുന്നത്. Why? അതായത് അവിടെ തന്നെ പ്രശ്നമല്ലേ അത്? to a point where I'm wondering, ഞാൻ അങ്ങ് ചേഞ്ച് ചെയ്ത പ്രശ്നം സോൾവ് ആവുമോ? എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. സോ ആ സിസ്റ്റം ഇറ്റ്സെൽഫ് ഭയങ്കര അബ്സേർഡ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിമൻ ആർ ഓൾമോസ്റ്റ് ദെയർ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഗൈസ് പ്രോബബ്ലി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇച്ചിരി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. You mean to say that men have the choice of not investing fully in a person? അല്ലേ? ആൻഡ് അവർക്ക് നീഡൊന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ദ സൊസൈറ്റി ഈസ് ഷേപ്ഡ് ഇൻ എ വേ വേർ ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട്. വാട്ട് ദിസ് ഇസ് ലുക്കിംഗ് ഫോർ ആൻഡ് വാട്ട് ദിസ് ഇസ് ലുക്കിംഗ് ഫോർ. അപ്പം നമ്മള് ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് എന്റെ ലൈഫിലേക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇനി എടുക്കുള്ളൂ, അല്ലേ? എനിക്ക് സ്നേഹിക്കണം, എനിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം. ഞാൻ അങ്ങനെ ആരെയും കാണുന്നില്ല തന്നെ ഇപ്പോ. അത് to a point where I am like, then let me just live my life. ഞാൻ അവർക്കും ബുദ്ധിമുട്ടല്ല, അവരെനിക്കും ബുദ്ധിമുട്ടല്ല. അങ്ങനെയാണ് ഇപ്പൊ ഈ ഇൻഡിപെൻഡൻസ് സാധനം വന്നിരിക്കുന്നത്. And I hear a lot of young women talk about this. കാരണം ആ ഒരു ഗ്യാപ്പ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. And it's very hard to find, especially with the advent of ഈ ഡേറ്റിംഗ് ആപ്സും അങ്ങനെയൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാൽ. ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ചിട്ട് ഒരാൾ ഒരു ബുദ്ധിപരമായ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു. See, there is no point trying to date multiple people. Imagine this, you have Titanic, Avatar, Marvel cinema, ഇതെല്ലാം TV ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും വരേക്ക് കാണുമോ? ഇങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് സെൻസ് ടു മീ. Are you telling me that ഇത്രയും നാളും ഇത്രയും ആൾക്കാരുമായിട്ട് ഇടപെടുന്ന you did not find a person whom you felt was worth investing your time and energy in and putting in that effort for? അതൊരു ഒരു ഭയങ്കര ഡിസ്മൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. I do meet a lot of Especially for a people. person like you who is so romantic and so. I am. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് അത്ര എന്നെക്കാൾ ഇച്ചിരിയോടെ സ്നേഹം കൂടിയ ആളെ ഇനി ഞാൻ എടുക്കുള്ളൂ എനിക്ക് തോന്നുന്നത്. How are you in relationships normally? I think I am very easy to live with. If it is the right person. ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. കാരണം എനിക്കും സ്പേസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് എൻ്റെതായ റൂട്ടീൻ ഉണ്ട്. എനിക്ക് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ. അങ്ങനെ ഐ എം എ റൊമാൻറ്റിക്. നമ്മളെ പലപ്പോഴും ഒരു വല്ലാത്തൊരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കുറിച്ച് കുറെ കാര്യങ്ങൾ തിരിച്ചറിയും. ലൈക്ക് യു സെഡ്, വേറെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളുടെ കുറെ പാറ്റേൺസ് ആണല്ലോ അതുപോലെ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കുറെ ഒരു പക്ഷേ ഷോർട്ട് കമ്മിങ്സ് ആയിരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അത് ഭയങ്കര അൺഫെയർ അല്ലേ തന്നെയാ? ഞാൻ എന്നെ ഒരുപാട് നാൾ അങ്ങനെ ബ്ലെയിം ചെയ്തു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് നമ്മളുടെ ഉദ്ദേശം നല്ലതായിട്ട് നമ്മളെ ചെറുപ്പം തൊട്ടേ നന്നായിട്ടിരിക്കണം, നല്ലത് ചെയ്യണം, ഒരു കാരണം തടിക്കുമ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യു ഡോണ്ട് സീ ഈവൻ ടുഡേ
after all of this, even today, ഞാൻ ഫുള്ളായിട്ട് എന്നെ കൊടുക്കുള്ളൂ. അതെനിക്കൊരു വിഷയമല്ല. ഓൾറെഡി വീണ് പതറി എഴുന്നിട്ട് വന്നവർക്ക് ഇപ്പൊ എന്ത് വീഴ്ച, അതൊന്നും ഒരു വിഷയമല്ല. ഐ തിങ്ക് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ആൻഡ് അത് ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സംബഡീസ് ഓർ നെഗറ്റീവ് ട്രേറ്റ്, അതിന് നമ്മളെ അല്ലല്ലോ ബ്ലെയിം ചെയ്യേണ്ടത്. ടുഡേ പ്രോബബ്ലി ഐ എം വൈസർ ഫോർ ഇറ്റ് എന്ന് വെച്ചിട്ട് ഐ ഡോണ്ട് ഈവൻ ടുഡേ എന്റെ അടുത്തേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ ഞാൻ അയാളെ നന്നായിട്ടേ കാണും. ഇൻഫാക്ട് വാട്ട് ഇസ് യുവർ ടോക്സിക് ട്രേറ്റ്, ഐ സീ ഗുഡ് ഇൻ ബാഡ് പീപ്പിൾ. What do you like most about yourself? I think I'm absolutely non-judgmental and very easygoing. Okay. And what do you hate about yourself? Nothing. You're not self-critical. No. പലപ്പോഴും I നമ്മുടെ used to be. പ്രൈമറി കെയർ ഗീവർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ഓ, ഫിഗർ അതോ? ആണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വോയിസ്. എന്റെ എഫേർട്ട് ഒരിക്കലും ഇനഫ് ആവില്ല. ആ അതായത് എത്ര ചെയ്താലും ഞാൻ ചെയ്യുന്ന പണി നിർത്താൻ, ഞാൻ വീണൊക്കെ കഴിഞ്ഞ് ഞാൻ അറിയുള്ളൂ അത് ശരി ഇത്ര എഫേർട്ട് ഇട്ടല്ലേ. എനിക്ക് അതുപോലെ ഒരു ഡയലോഗ് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ഈ ഒരു സിനിമ കഴിയുമ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഡിറ്റാച്ച് ചെയ്യും. സോ യു ആർ നോട്ട് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ വിൻ ഓഫ് ദ മൂവി ഓർ ദാറ്റ് പ്രോസസ്, യു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അതാണ് എനിക്ക് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഹൗ മച്ച് ഇസ് ലൈഫ് റിവോൾവിംഗ് അറൌണ്ട് സിംഗിങ് നൗ? കാരണം ബിഗ് പാർട്ട് ഓഫ് യു ഇസ് എ സിംഗർ. എനിക്ക് ആക്ച്വലി അത് ഗ്രാറ്റിറ്റ്യൂഡിലാണ്ട് തോന്നുമോ, കാരണം സിംഗിങ് ആണല്ലോ എല്ലാത്തിന്റെയും തുടക്കം തോന്നിയിട്ടാണ് ഐ തോട്ട് ലെറ്റ് മീ പുട്ട് ദി എഫർട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക്. ഒരു 1.5 years ഓഫ് എഫർട്ട് ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ. റൈറ്റ് നൗ നമ്മൾ ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട്. And I've seen the pictures and all that. You look awesome in there. ഇതൊരു ഫുൾ ത്രോട്ടിൽ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമില്ലേ? I feel like you're always balancing in like 2-3 boards at the same പറ്റും time. നമുക്ക്. ഇൻഫാക്ട് എനിക്ക് ഇപ്പോഴും ഒത്തിരി ഫ്രീ ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. Why am I seeing you not composing music? It's that is not my thing. എനിക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. I've seen you like 10 വർഷം മുമ്പ് മ്യൂസിക് മോജോയില്. I mean, it's ages that you've been singing, അല്ലേ? ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു പാട്ടിൽ നിന്ന്. അത് ഇപ്പോഴാണ് അതൊന്ന്. എനിക്ക് എന്തൊരു കൊതിയെന്ന് അറിയോ പാട്ട് പഠിക്കാൻ. പാട്ട് പാടില്ല നേരത്തെ പറഞ്ഞിരിക്കാൻ. പാട്ടല്ലാതെ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കുശുമ്പ് തോന്നി രേഖയുടെ ഇന്റർവ്യൂല് മോഹം പാടിയപ്പോ. അത് ഞാൻ ഇപ്പൊ റിക്കവറിങ് ചുമയിൽ നിന്ന് രാവിലെ ഞാൻ ഒത്തിരി ചുമക്കുമായിരുന്നു. ഓൺ ദാറ്റ് നോട്ട് ഒരു ഗെയിം കളിക്കാമല്ലോ. പാട്ടില്ലേലും കുഴപ്പമില്ല, ഗെയിം കളിക്കാം. ഓക്കെ. In your hands. In your hands. I think my response to life is in my hands. Yeah, that would be more correct. I think outside of this 3D there is no time, so yeah, it could be predestined. So you do believe that there's some force outside that. Absolutely. You do believe in that? Yeah. Okay. What makes you think that way? Because we know nothing. Okay. നമ്മൾക്ക് ഇങ്ങനെ ഒരു സാധനം ഒന്നുമില്ലാത്തതെന്ന് വരില്ലല്ലോ. എന്തോ ഉണ്ട് അവിടെ. Okay. That is all. And we are seeing so little. And we can feel it, അല്ലേ? You believe in telepathy and you believe in science. I believe in telepathy, yes. അതെനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. Exactly. So which means നമുക്ക് അറിയില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. How ignorant should I be to deny it? കുറച്ച് നാളും അല്ലേ നമ്മളിവിടെ ഉള്ളൂ. Has there been any experience, Matsy, when you like completely felt that ഞാൻ ഈ കാണുന്ന ഒന്നും അല്ല റിയാലിറ്റി? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? All I know is എൻ്റെ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങൾ വരുന്ന സമയത്തും ഞാൻ അറിയാതെ അതിന് മുന്നേ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേമം വരുന്നതിന് തൊട്ട് മുന്നേ ഒട്ടും റിയലൈസ് ചെയ്യാതെ ഞാൻ 2 മാസം ഡെയിലി പള്ളിയിൽ പോയിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് അവനവൻ്റെ ലൈഫിലെ സ്പിരിച്വൽ സാധനം ഓർ അവനവൻ്റെ ലൈഫിലെ നല്ല ജേർണി ഓർ നല്ല പ്രവൃത്തി. അതായത് ഇഫ് യു ആർ എത്തിയിസ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉത്തരവാദിത്തം എന്ന് കൊണ്ട് നടക്കുന്ന സാധനം എന്താണോ അത് നിങ്ങൾ നന്നായി ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ലത് നടക്കാൻ സാധ്യതയുണ്ട്. Is what I understood. See, I will not tell somebody who doesn't believe in God, you have to be. I don't know. എനിക്കറിയില്ല. ഇതെന്റെ ഫീലിംഗ് ആണ്. അവൾക്ക് ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന എനർജിന്ന് തന്നെ വന്നിരിക്കുന്നതല്ലേ. അവരുടെ ലൈഫാണത്, അവരുടെ ജേർണിയാണത്, അത് അവരുടെ ട്രൂത്ത് ആണ്. അപ്പോ ഐ ബിലീവ് ഇൻ ഡെഫിനറ്റ്. കാരണം ഇത് കഴിഞ്ഞിട്ട് എവിടെയോ പോകണ്ടല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ് നമ്മള് അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തൊക്കെയോ ഉണ്ട്. You trust people easily now after all these experiences? എനിക്ക് ഇപ്പോഴും ആൾക്കാരെ നെഗറ്റീവ് പറയാൻ താല്പര്യമില്ല തന്നെയാണ്. ലൈക്ക് അത് അവരുടെ ക്യാരക്ടർ, ഇതെന്റെ ക്യാരക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു നോ വാട്ട് നോൺസെൻസ് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. ബിക്കോസ് ദിസ് ഇസ് മീ. ദ മൂമെന്റ് നിങ്ങൾ എന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താൽ ഞാൻ നിങ്ങളെ കട്ട് ചെയ്യും.
പ്യൂർ ലോസ്, ബിഗ് ഡീൽ. അങ്ങനെ അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റും. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അടിപൊളി. ആൻഡ് ഇൻറ്റ്യൂഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് for you? Absolutely. I think intuition is the running force. At least എനിക്ക് അങ്ങനെയാണ്. Money would help. Everything. മണി വേണം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മണി ഇങ്ങനെ ഒരു ചാനലായിട്ട് ഇങ്ങനെ തുറന്നു കിട്ടാൻ മതി. And you have to keep it running also. If financial independence for a woman, which you have already experienced, I've always had it. Are you very careful with money? അതിന് ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും അത് പ്ലാനിങ് ആണെങ്കിലും, ഇഫ് ഐ ക്യാൻ ആസ്ക് യു, റിട്ടയർഡ് ലൈഫിനുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടോ? വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഫോർ യു? അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ അമ്മ ഒക്കെ കുറച്ച് ഒന്ന് എന്നെ ഗൈഡ് ചെയ്യും. അതായത് ഷീ ഈസ് വെരി ഗുഡ്. അമ്മയാണ് നമ്മൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഷീ ഈസ് വെരി ഗുഡ് വിത്ത് ഓൾ ഓഫ് മറ്റേ പ്രാക്ടിക്കലായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യും. അമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ സൈഡിലോട്ട് നോക്കാറില്ല. അതായത് അല്ല, എൻ്റെ മണിയാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് സാധനങ്ങൾ ഞാൻ അധികം വറി ചെയ്യാറില്ല. ബിക്കോസ് ദർ ഇസ് അമ്മ ടു റിമൈൻഡ് മീ ടു ഹാൻഡിൽ. ഞാൻ ആദ്യമായിട്ട് കാർ മേടിച്ചപ്പോൾ അമ്മ മെയ്ഡ് ഷുവർ ദാറ്റ് ഐ പുട്ട് an investment and then bought the car. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. So that I don't really. പക്ഷെ there was a phase when I felt എൻ്റെ കയ്യിൽ പൈസ ഭയങ്കര കുറവായിരുന്ന ഒരു ഫേസിൽ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് നല്ല പൈസ വന്നെന്ന് അറിയാതെ അതിൽ പിന്നെ I decided I will never worry about not having money. What a life. Yeah, you should write. No, you don't want to write. No. എപ്പോഴാണ് നോ പറയാ? എനിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നോ ആണെന്ന് തോന്നുന്നു. ബൗണ്ടറീസ് വളരെ ക്ലിയർ അല്ലേ? ഒരു രീതിയിലുള്ള ബൗണ്ടറീസ് ഒരു പോയിന്റ് വരെ ക്ലിയർ ആയിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയും ബൗണ്ടറീസ് വേണമെന്ന്. സോ ഐ യൂസ് ടു ഹാവ് എ ബാഡ് ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് പീപ്പിൾ, ലൈക്ക് മദർ പീപ്പിൾ. അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് മറ്റേ ബൗണ്ടറീസ് ഉണ്ടല്ലോ. അതായത് ആർക്ക് നമ്മൾ നല്ലത് ചെയ്യണം, ആർക്ക് നമ്മൾ ചെയ്യണ്ട എന്നുള്ള ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. ദർ ഇസ് എ ലോട്ട് ടു ഗോ. സംടൈംസ് ഐ ഫീൽ ഐ ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ് ആൻഡ് ദെൻ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വോണ്ട് റിയലി കെയർ. അങ്ങനെ ഇപ്പോൾ വർക്കിൻ്റെ സ്പേസിലായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഐ എം ബെറ്റർ ഓഫ് കേട്ടോ. ഐ തിങ്ക് മേ ബി കമ്പയർഡ് ടു അതർ പീപ്പിൾ ഐ ഹാവ് ബെറ്റർ ബൗണ്ടറീസ്. സോ യു ഹാവ് എ വെരി ക്ലോസ് ഇന്നർ സർക്കിൾ. യാ. ആൻഡ് ദ ക്ലോസ് ഇന്നർ സർക്കിളിൽ ഫാമിലി അല്ലാത്ത ആൾക്കാരുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ? ആൻഡ് ദെൻ യു ഹാവ് എൻ ഔട്ടർ സർക്കിൾ ഓഫ് പീപ്പിൾ യു വർക്ക് ആൻഡ് എൻഗേജ്. യാ, എൻ്റെ ഫാമിലി, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, പിന്നെ സം പീപ്പിൾ ഐ വർക്ക് വിത്ത്, സം ഇൻക്രെഡിബിൾ പീപ്പിൾ ഐ വർക്ക് വിത്ത്, ആൻഡ് ഐ ഫീൽ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് ദം. ഐ ഡോണ്ട് നോ വൈ. അങ്ങനെ പിന്നെ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കുറേ സ്നേഹമുള്ള വ്യക്തികളുണ്ട് ചുറ്റും. യാ, അതൊക്കെ ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്ത് വരുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Do you feel that when you're in the lowest, you kind of understand who is there for you and who's not? അങ്ങനെ ഒരു വലിയ ഫിൽട്രേഷൻ പ്രോസസ്സ് ഒരു 5 വർഷം മുന്നേ നടന്നു. കുറേ പേര് പോയി, പക്ഷെ പിന്നെ വന്നവരൊക്കെ അടിപൊളിയായിരുന്നു. That's probably because of your energy changing also. Absolutely. Going to do it, then do it well. Perfectionist ആണെന്ന് എനിക്കറിയാം. Everything. Life. എനിക്ക് വെല്ലല്ലാതെ ഒന്നും അറിയില്ല, ചെയ്യാൻ അറിയില്ല. Alright, so I'm wishing you well, but before you go, tell me, I am ഡാഷില് ഡാഷ് എങ്ങനെയാണ് പൂരിപ്പിക്കുക? I'm me. I'm me. How difficult is it to stay authentic? ഈ authenticity എല്ലാവരുടെ അടുത്തും കാണിക്കേണ്ട കാര്യമാണോ? Do you have to be real with everybody? I think people find it difficult, but I find it very easy to be authentic. I'm fine whatever I am. ഒത്തൻറ്റിക് ആയിട്ടേ വരാറുള്ളൂ. അതായത് ചിലപ്പോൾ ചില സാധനങ്ങൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു പുള്ളുണ്ടാവും ഇവിടുന്ന്, പക്ഷെ റിയൽ ആയിട്ടുള്ളതേ ചെയ്യുള്ളൂ. ഞാൻ റിയൽ ആയിട്ടുള്ളത് പറയുള്ളൂ. അത് എനിക്ക് ഓക്കെ ഒത്തൻറ്റിസിറ്റി. സോ ഐ ആം മീ. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ ഷോ ആൻഡ് ഒരു ചിന്ന ഗിഫ്റ്റ് ഫ്രം അവർ എൻഡ്. അപ്പോൾ ഇത് സംബഡി ഹൂ ഹാസ് ഹാൻഡ് മെയ്ഡ് ദിസ്, അതായത് ശരിക്കും സ്വന്തം റിസർച്ച് ചെയ്തിട്ട് വളരെ പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഞാനിത് കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തതാണ് if they are willing to share it on the show. It's called Body Tree. Right. And it's got some really wonderful products. Do try it out. Lovely. Okay. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് and therefore I'm recommending it to you. And I know how particular you are about skincare and everything. So thank you so much for coming to the show. Thank you, Danya. And here's it for you.